അതാണ് ഷാജ നീയും ഞാനും തമ്മിലുള്ള വ്യത്യാസം. തന്തയ്ക്ക് പിറക്കുന്നതും തന്തമാർക്ക് പിറക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം. ആ വ്യത്യാസം നിനക്കുണ്ടാകില്ല. ഞാനീ പറയുന്നത് നിന്റെ മാതാപിതാക്കളുടെ ബഹുമാനമില്ലാഞ്ഞിട്ടല്ല. നീ അവരുടെയൊക്കെ വയറ്റിൽ ജനിച്ചു, അല്ലെങ്കിൽ നല്ല സഹോദരനെ എനിക്കറിയാം. അതുകൊണ്ടൊക്കെ തന്നെയാണ് നീ പലപ്പോഴും ആ സഹോദരന്മാരുടെ പേരിലാണ് നീ പലയിടത്തും തല്ലുകൊള്ളാതെ രക്ഷപ്പെടുന്നതെന്ന് എനിക്കറിയാം. എൻ്റെ മുന്നിൽ ഷാജ നീ വരരുത്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നിന്നെ എനിക്ക് ജയിലിലാക്കാൻ പറ്റിയില്ല എങ്കിൽ, എനിക്ക് നീതി കിട്ടുന്നില്ല എങ്കിൽ ഞാൻ ജയിലിൽ പോകാൻ തയ്യാറാണെന്ന് ഞാൻ ആവർത്തിച്ച് പറയുന്നവനാണ്. ഞാൻ നിന്നെ വെല്ലുവിളിക്കാം. നീ പറയുന്ന ഒരു സമയത്ത് നിനക്ക് ഗുണ്ടകളുടെ സഹായമില്ലാതെ, പോലീസിന്റെ സംരക്ഷണമില്ലാതെ തിരുവനന്തപുരം നഗരത്തിലൂടെ നിനക്കൊന്ന് ഒറ്റയ്ക്ക് നടന്നു കാണിക്കാമോ? നിന്നെ ജനം കല്ലെറിയും. അങ്ങനെ ഷാജന് തന്നെ ഷർട്ട് അവർ വാങ്ങിക്കൊടുത്തെങ്കിലും റോസ് ഉടുപ്പല്ലാത്തതുകൊണ്ട് ഇട്ടില്ല എന്നുള്ളതാണ് അവൻ പറയുന്നത്. ഈ പാതിരാത്രിക്ക് ഇവന് വേണ്ടി പിങ്കുടുപ്പ് അന്വേഷിച്ച് പോകേണ്ട കാര്യമുണ്ട്. ഇവന് ജാമ്യത്തിന്റെ കരച്ചീട്ടുമായി കോടതിയിൽ രാത്രി 10 മണിക്ക് ശേഷം എത്താൻ ആളുണ്ടെങ്കിൽ അവന് ആശുപത്രിയിലോ പോലീസ് സ്റ്റേഷനിലോ കോടതി വരാന്തയിലോ വെച്ച് ഉടുപ്പ് നൽകാൻ ആളില്ലാഞ്ഞിട്ടാണോ? നീ പോയിട്ട് നീ പറഞ്ഞ നിന്റെ 90 കഴിഞ്ഞ തന്ത വിചാരിച്ചാൽ അത് അങ്ങനൊരു സാധനം കൊണ്ടുവരാൻ കഴിയില്ല എന്നെനിക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ നിന്നെ വെല്ലുവിളിച്ചത്. അതോടുകൂടി നീ വെച്ചുപോയി. നിന്നെ ഇറങ്ങി പച്ചയ്ക്ക് തെറി വിളിക്കുന്നവരെ, അല്ലെങ്കിൽ പച്ചയ്ക്ക് നിനക്കെതിരെ സംസാരിക്കുന്ന എന്നെപ്പോലുള്ളവർക്കെതിരെ വാർത്തകൾ വീണ്ടും ചെയ്യാൻ നിന്നെ മുട്ടിടിക്കും. ഇതുപോലെ പാവപ്പെട്ട സ്ത്രീകൾക്കെതിരെ നീ പറയും. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും സുഖമാണ് എന്ന് കരുതുന്നു. എനിക്കും സുഖം തന്നെയാണ്. കുറച്ചു നാളായി നമ്മളൊക്കെ തമ്മിൽ പരസ്പരം ലൈവിൽ കണ്ടിട്ട്. ഏതായാലും നമ്മൾ കാണുന്നത് ഖാസാക്കാരുടെ ആഘോഷമാണ്. ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്കെതിരെ എന്തു കഥയും പ്രചരിപ്പിക്കാൻ മടിയില്ലാത്ത ഒരു വർഗീയ വിഷം കലർന്ന യൂട്യൂബ് ചാനലുകാരന് ജാമ്യം കിട്ടിയതിലുള്ള ആശ്വാസം. അവനെതിരെ ഒരു കേസ് കൊടുത്തിട്ട് നീതിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരാളാണ് ഞാൻ. ആ കേസിനകത്ത് എന്നിൽ നിന്നും പണം തട്ടിയെടുക്കാൻ ഷാജൻ ശ്രമിച്ചു എന്നുള്ള കേസിനകത്തൊപ്പം തന്നെ ഷാജിന് വേണ്ടി RSS വിട്ട് കോൺഗ്രസിലെത്തിയ ഒരു വാര്യരും വളരെ ശക്തമായി തന്നെ ഇടപെട്ടു എന്നുള്ളൊരു ആരോപണം ഞാൻ അഡീഷണൽ മൊഴികളിൽ തെളിവ് സഹിതം കൊടുത്തിട്ടുണ്ട്. അതിനുശേഷമായിരിക്കാം ആ കേസ് ഇഴഞ്ഞു നീങ്ങുന്നത് എന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല. പക്ഷേ ചില സംശയങ്ങൾ ആ രീതിയിലുമുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നതൊന്നുമല്ല. മാന്യമായി കുടുംബജീവിതം നയിക്കുന്ന ഒരു സ്ത്രീക്കെതിരെ ഹണി ട്രാപ്പ് നടത്തി പലരെയും വലയിലാക്കുന്നു എന്ന് ചിത്രം സഹിതം പ്രചരിപ്പിച്ച ഒരുത്തന് കിളി പോലെ പറന്ന് പോകാൻ അവസരമൊരുക്കുന്ന ജാമ്യവ്യവസ്ഥയുള്ള നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇത് വളരെ പരിതാപകരമാണ്. ബഹുമാനപ്പെട്ട ജുഡീഷ്യറിയോട്, നീതിപീഠത്തോട് അങ്ങേയറ്റത്തെ ആദരവും ബഹുമാനവും കലർത്തി മാത്രമേ ഇന്ന് വരെ പ്രവർത്തിച്ചിട്ടുള്ളൂ. അതിനർത്ഥം ജുഡീഷ്യറി 100% സംശുദ്ധമായി മാത്രം മുന്നോട്ട് പോകുന്നു എന്ന് വിശ്വസിക്കുന്നത് കൊണ്ടല്ല. ജുഡീഷ്യറിയുടെ പരിശുദ്ധിയെ ആരും സമൂഹ മധ്യത്തിൽ ചോദ്യം ചെയ്യുവാൻ, ആരും ആക്ഷേപിക്കുവാൻ ഇടവരാതിരിക്കണം എന്നുള്ളതുകൊണ്ടാണ്. ജുഡീഷ്യറിക്ക് തെറ്റുപറ്റുന്നതുകൊണ്ടും സംശുദ്ധമായി പോകാതെ ചില കാഴ്ചകൾ കാണാതിരിക്കുമ്പോഴുമാണല്ലോ നമ്മളൊക്കെ മേൽക്കോടതികളിൽ അപ്പീലുമായി പോകുന്നത്. ബഹുമാനപ്പെട്ട മേൽക്കോടതികൾ, അതുകൊണ്ട് തന്നെ കീഴ്ക്കോടതിയുടെ വിധികൾ, ബഹുമാനപ്പെട്ട കീഴ്ക്കോടതി ജഡ്ജിമാർ ഇട്ടിരിക്കുന്ന ഉത്തരവുകൾ പലപ്പോഴും റദ്ദ് ചെയ്യുന്നതും ഇത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടൊക്കെ തന്നെയാണ്. അത് ജുഡീഷ്യൽ ലെവലിൽ മാത്രം ചോദ്യം ചെയ്യപ്പെടേണ്ട ഒരു കാര്യമായതുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല. പക്ഷേ നിങ്ങൾക്കറിയാം, ഇത്ര പച്ചയ്ക്ക് മാന്യമായി കുടുംബജീവിതം നയിക്കുന്ന ഒരു സ്ത്രീക്കെതിരെ ആരോപണം പറഞ്ഞ ഒരുത്തൻ പുല്ലുപോലെ ഇറങ്ങി വരുന്നു. അവൻ നാടകം പിടിച്ചപ്പോൾ, പലപ്പോഴും പ്രതികളെ പിടിക്കുമ്പോൾ അവർ നിൽക്കുന്ന വേഷത്തിലായിരിക്കും അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. അത് ഞാനാണെങ്കിലും ഷർട്ടില്ലാതെ ഇരിക്കുമ്പോൾ ഒരു കോൾ വരുന്നു, ഒന്ന് കട്ട് ചെയ്തോട്ടെ. ഷർട്ടില്ലാതെ ഇരിക്കുമ്പോഴാണ് അറസ്റ്റ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായും പോലീസ് ഉദ്യോഗസ്ഥന്മാർ ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് ഷർട്ട് ധരിക്കണ്ടേ? അങ്ങനെ ഷാജന് തന്നെ ഷർട്ട് അവർ വാങ്ങിക്കൊടുത്തെങ്കിലും റോസ് ഉടുപ്പല്ലാത്തതുകൊണ്ട് ഇട്ടില്ല എന്നുള്ളതാണ് അവൻ പറയുന്നത്. ഈ പാതിരാത്രിക്ക് ഇവന് വേണ്ടി പിങ്കുടുപ്പ് അന്വേഷിച്ച് പോകേണ്ട കാര്യമുണ്ട്. ഇവന് ജാമ്യത്തിന്റെ കരച്ചീട്ടുമായി കോടതിയിൽ രാത്രി 10 മണിക്ക് ശേഷം എത്താൻ ആളുണ്ടെങ്കിൽ അവന് ആശുപത്രിയിലോ പോലീസ് സ്റ്റേഷനിലോ കോടതി വരാന്തയിലോ വെച്ച് ഉടുപ്പ് നൽകാൻ ആളില്ലാഞ്ഞിട്ടാണോ? ഇതൊക്കെ നാടകമാണ്. ബഹുമാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ അവൻ അറസ്റ്റ് ചെയ്തപ്പോൾ തന്നെ അവന്റെ ചാനൽ എന്ന് പറയാൻ പറ്റില്ല, മഞ്ഞ യൂട്യൂബിൽ ഒരു സ്ത്രീയെ നിർത്തിക്കൊണ്ട്
ഈ കേസിൽ ഇരയായ സ്ത്രീക്കെതിരെ വീണ്ടും ആരോപണം ഉന്നയിച്ച് ജുഡീഷ്യറിയെയും ഇവിടുത്തെ നിയമ സംവിധാനങ്ങളെയും അവൻ വെല്ലുവിളിക്കുകയാണ് ചെയ്തത്. ഈ വൃത്തികെട്ടവന് ആർക്കെതിരെയും എന്തും പറയാം, പക്ഷെ എനിക്കെതിരെ കഴിഞ്ഞൊരു 6 മാസമായിട്ട് അവൻ വായനക്കുന്നില്ല. അവൻ പറയുന്നത് എനിക്ക് 45,000-ഓളം ഫോളോവേഴ്സ് വന്നത് അവനെതിരെ പറഞ്ഞുകൊണ്ടാണെന്നാണ്. ഞാൻ അതുകൊണ്ടല്ല ഷാജ കഞ്ഞി കുടിക്കുന്നത്. നിന്റെ ജീവിതം അതായിരിക്കും, നീയും ജീവിക്കുന്നത് അതുകൊണ്ടായിരിക്കാം. നീ ഈ രാജ്യത്ത് എന്നെ അറിയാവുന്നതും അറിയാവുന്നവരുമായ എത്രയോ വീടുകളുടെ തിണ്ണ നിരങ്ങി എനിക്കെതിരെ എന്തെങ്കിലും തെളിവുണ്ടോ എന്ന്. ഞാൻ നിന്നെ പച്ചയ്ക്ക് വെല്ലുവിളിച്ചില്ലേ? ഞാൻ ആരെയെങ്കിലും പറ്റിച്ചതായി, ഞാൻ ഏതെങ്കിലും ക്രിമിനൽ കേസിൽപ്പെട്ട് കുടുങ്ങിയതായി, അല്ലെങ്കിൽ എനിക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും ആരോപണങ്ങൾ ഇന്ന് ബഹുമാനപ്പെട്ട ജുഡീഷ്യറി മുന്നിൽ നിലനിൽക്കുന്നുവെങ്കിൽ അത് തെളിയിക്കാൻ എന്തേ നിനക്ക് പറ്റാതെ പോയത്? നീ പോയിട്ട് നീ പറഞ്ഞ നിന്റെ 90 കഴിഞ്ഞ് തന്ത വിചാരിച്ചാൽ അത് അങ്ങനൊരു സാധനം കൊണ്ടുവരാൻ കഴിയില്ല എന്ന് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ നിന്നെ വെല്ലുവിളിച്ചത്. അതോടുകൂടി നീ വെച്ചുപോയി. നിന്നെ ഇറങ്ങി പച്ചയ്ക്ക് തെറി വിളിക്കുന്നവരെ, അല്ലെങ്കിൽ പച്ചയ്ക്ക് നിനക്കെതിരെ സംസാരിക്കുന്ന എന്നെപ്പോലുള്ളവർക്കെതിരെ വാർത്തകൾ വീണ്ടും ചെയ്യാൻ നിന്നെ മുട്ടിടിക്കും. ഇതുപോലെ പാവപ്പെട്ട സ്ത്രീകൾക്കെതിരെ നീ പറയും നിനക്ക് ജാമ്യം കിട്ടുമെന്നും ബഹുമാനപ്പെട്ട കോടതികളിൽ നിന്റെ വക്കീലന്മാർ പഠിപ്പിക്കുന്ന ന്യായങ്ങൾ ബഹുമാനപ്പെട്ട കോടതികൾ കേട്ട് അതനുസരിച്ച് ഉത്തരവിറക്കുമെന്നുള്ള നിനക്കുള്ള ഉത്തമ വിശ്വാസം. പക്ഷേ ഞങ്ങളൊന്നും ബഹുമാനപ്പെട്ട ജുഡീഷ്യറിയുടെയും നീതിന്യായ കോടതിയുടെയും ഇവിടുത്തെ പോലീസ് സംവിധാനത്തിലും ഒക്കെയുള്ള വിശ്വാസങ്ങൾ അസ്തമിച്ചവരല്ല. ഇന്ന് നിനക്ക് ജാമ്യം കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇന്നലകളിൽ നീ ജയിലിൽ പോകാതെ രക്ഷപ്പെട്ടിട്ടുണ്ട്. പക്ഷേ നീ ചെയ്തു കൂട്ടുന്ന ഈ ക്രൂരമായ കാര്യങ്ങൾ ആർക്കെതിരെയും എന്തും പറയാവുന്ന, ആർക്കെതിരെ എന്തും, എൻ്റെ കുടുംബത്തിലെ സ്ത്രീകളുടെ ചിത്രങ്ങൾ വെച്ച് ഞാൻ വിവാഹ തട്ടിപ്പുകാരനാണ് എന്ന് പറഞ്ഞ് നീ മലയാള മനോരമയുടെ 1-ാം പേജിൽ എൻ്റെ കളർ ചിത്രം വെച്ച് അടിച്ചു എന്ന് പറഞ്ഞ് വാർത്ത ചെയ്തു. ഞാൻ നിന്നെ വെല്ലുവിളിച്ചു. അങ്ങനെ മലയാള മനോരമയുടെ കളർ ചിത്രം 1-ാം പേജിൽ അച്ചടിച്ചിട്ടുണ്ടെങ്കിൽ നീ വാർത്ത കൊണ്ടുവരണം. അതേസമയം എനിക്കെതിരെ വ്യാജ കേസെടുത്ത പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ ബഹുമാനപ്പെട്ട കോടതി നടപടിയെടുത്തു എന്നുള്ള മലയാള മനോരമയുടെ 1-ാം പേജിലെ കളർ ഹെഡിങ്ങോടുകൂടിയ വാർത്ത ഞാൻ തിരിച്ച് എൻ്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു. അതാണ് ഷാജ നീയും ഞാനും തമ്മിലുള്ള വ്യത്യാസം. തന്തയ്ക്ക് പിറക്കുന്നതും തന്തമാർക്ക് പിറക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം. ആ വ്യത്യാസം നിനക്കുണ്ടാകില്ല. ഞാനീ പറയുന്നത് നിന്റെ മാതാപിതാക്കളുടെ ബഹുമാനമില്ലാഞ്ഞിട്ടല്ല. നീ അവരുടെയൊക്കെ വയറ്റിൽ ജനിച്ചു, അല്ലെങ്കിൽ നല്ല സഹോദരനെ എനിക്കറിയാം. അതുകൊണ്ടൊക്കെ തന്നെയാണ് നീ പലപ്പോഴും ആ സഹോദരന്മാരുടെ പേരിലാണ് നീ പലയിടത്തും തല്ലുകൊള്ളാതെ രക്ഷപ്പെടുന്നതെന്ന് എനിക്കറിയാം. എൻ്റെ മുന്നിൽ ഷാജ നീ വരരുത്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നിന്നെ എനിക്ക് ജയിലിലാക്കാൻ പറ്റിയില്ല എങ്കിൽ, എനിക്ക് നീതി കിട്ടുന്നില്ല എങ്കിൽ ഞാൻ ജയിലിൽ പോകാൻ തയ്യാറാണെന്ന് ഞാൻ ആവർത്തിച്ച് പറയുന്നവനാണ്. 6 മാസത്തിനിടയിൽ നീ ഗുണ്ടകളെ കൂട്ടിയുള്ള വാഹന വ്യൂഹമില്ലാതെ യാത്ര ചെയ്യുന്നതെന്ന് നമുക്കറിയില്ല. നമ്മൾക്കാരും ഗുണ്ട വേണ്ട. നീ ഒരിക്കൽ ഞാൻ വാഴ വെട്ടുന്ന ചിത്രം നീ നിന്റെ ഫേസ്ബുക്കിൽ ചർച്ചയ്ക്കിടെ പറഞ്ഞു കേട്ടു, ഞാൻ നിന്നെ ഭീഷണിപ്പെടുത്താനാണെന്ന്. ഞാനൊരു കത്തിയുമായി നിന്ന് വാഴ വെട്ടുന്നെങ്കിൽ, ഒരു കൊല വെട്ടുന്നത് കണ്ടപ്പോൾ നീ ഭയന്നെങ്കിൽ ആ ഭയമാണ് നിന്റെ പിന്നിലുള്ള ഓരോ ശ്വാസത്തിലും ഉള്ളതെന്ന് എനിക്കറിയാം. നീ ഒറ്റയ്ക്കിറങ്ങി തിരുവനന്തപുരം നഗരത്തിലൂടെ നടക്കുമോ? ഇന്ന് PV അൻവർ സാഹിബ് പറയുന്നത് കേട്ടു, നിന്നെ അറസ്റ്റ് ചെയ്ത നടപടി ശരിയായില്ല, നീ തിരുവനന്തപുരത്തോട് ഒറ്റയ്ക്ക് നടന്നു പോകാനാണ് നടന്ന്. ഞാൻ നിന്നെ വെല്ലുവിളിക്കാം. നീ പറയുന്ന ഒരു സമയത്ത് നിനക്ക് ഗുണ്ടകളുടെ സഹായമില്ലാതെ, പോലീസിന്റെ സംരക്ഷണമില്ലാതെ തിരുവനന്തപുരം നഗരത്തിലൂടെ നിനക്കൊന്ന് ഒറ്റയ്ക്ക് നടന്നു കാണിക്കാമോ? നിന്നെ ജനം കല്ലെറിയും. കാരണം അത്രയ്ക്കും നീ വൃത്തികേടുകളാണ് ഈ കാണിക്കുന്നത്. പക്ഷേ ഞങ്ങൾ അങ്ങനെയല്ല. ഞാനിപ്പോഴും തിരുവനന്തപുരത്ത് കടപ്പുറത്ത് പോയി മീൻ മേടിക്കുന്നവനാണ്, മാർക്കറ്റിൽ പോയി പച്ചക്കറി വാങ്ങിക്കുന്നവനാണ്. ഞാൻ ഇവിടുത്തെ ഓരോ ജനകീയ വിഷയങ്ങളിലും ഒറ്റയ്ക്ക് ഇറങ്ങി നടന്ന് ചെല്ലുന്നവനാണ്. ആരും എന്നെ കൈവെക്കില്ല, അല്ലെങ്കിൽ കൈവച്ചവർ മുന്നോട്ട് പോകാൻ എനിക്ക് മറ്റൊരാളുടെ സഹായമില്ല എന്ന് ഉറച്ച വിശ്വാസമുള്ളവനാണ്. നിന്നെ സോയിമോൻ മാത്രമായിരിക്കും ഇപ്പോൾ പിന്തുണ പ്രഖ്യാപിക്കരുത്. മറ്റാരും നിന്നെ പിന്തുണയ്ക്കില്ല എന്നിരിക്കണം. സോയിമാനും നീയും തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴം കൊണ്ടായിരിക്കാം അയാൾക്ക് നിന്നെ പിന്തുണയ്ക്കേണ്ടതായിട്ട് വരുന്നത്. അതുകൊണ്ട് ഞാൻ അയാളുടെ ആ ഭാഗങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. നിങ്ങൾ ഒന്നിച്ച് നിൽക്കുന്നു, പക്ഷേ അദ്ദേഹത്തിന്റെ പത്രപ്രവർത്തനത്തിന് മാന്യതയുണ്ട്. അദ്ദേഹത്തിന് ഒറ്റയ്ക്ക് തിരുവനന്തപുരം നഗരത്തിലൂടെ ഇറങ്ങി നടക്കാം, ആരും കൈവക്കില്ല, ആരും ചീത്ത പറയില്ല. എന്തുകൊണ്ടാണ് നീ ഇന്നലെ രാത്രി തന്നെ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ കാല് പിടിച്ച് രാത്രിയെ തന്നെ എന്നെ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കണമെന്ന് അഭ്യർത്ഥിച്ചത്? പട്ടാപ്പകൽ തിരുവനന്തപുരം വഞ്ചൂർ കോടതിയിൽ അഭിഭാഷകരുടെ മുന്നിൽ ചെന്ന് നിനക്കിറങ്ങാൻ നിന്റെ മുട്ടുപിറയ്ക്കും. അവിടെ പട്ടാപ്പകൽ നിന്നെ കിട്ടിയാൽ അഭിഭാഷകന്മാർ എങ്ങനെ പ്രതികരിക്കുമെന്ന് എന്നെക്കാൾ വൃത്തിയായി നിനക്കറിയാമെന്നുകൊണ്ടാണ് നീ പോലീസ് ഉദ്യോഗസ്ഥന്റെ കാല് പിടിച്ചത്. നിനക്ക് നിഷേധിക്കാൻ പറ്റുമോ ഷാജ? നീ എത്ര നാൾ ഈ വൃത്തികെട്ട മാധ്യമ പ്രവർത്തനം എന്ന പേരിലുള്ള മഞ്ഞ യൂട്യൂബുമായി മുന്നോട്ട് പോകാൻ നിനക്ക് പറ്റും? വെച്ച് അവസാനിപ്പിക്കാൻ സമയമായിരിക്കുന്നു. ശാപം കിട്ടുന്ന
പണം കൊണ്ട് നിന്റെ മക്കളെ നിനക്ക് അധികം നാൾ വളർത്താൻ പറ്റാത്ത രീതിയിൽ ജനങ്ങളുടെ ശാപം നിന്റെ മേൽ പതിക്കും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഈ ചാനലും പൂട്ടിക്കെട്ടി, ഈ യൂട്യൂബും പൂട്ടിക്കെട്ടി നീ നാട് വിട്ടുപോകേണ്ട അവസ്ഥ വരും. ഇതിനേക്കാൾ വൃത്തികെട്ടവന്മാർ, ഇതിന്റെ പകുതി വൃത്തികെട്ടവന്മാരെ ജനങ്ങൾ തല്ലി ഓടിച്ച ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. നീ പറയുന്നു നിന്നെ പിന്തുണയ്ക്കാൻ 10,000 വരുന്ന അല്ലെങ്കിൽ 500 വരുന്ന ചില ക്രിസംഗി പ്രൊഫൈലുകളുണ്ട്. പക്ഷേ നീ പറഞ്ഞ എത്രയോ കാര്യങ്ങൾ നീ എനിക്കെതിരെ പറഞ്ഞു. എന്നെ ജോസ് കെ മാണി സാറുമായി സംസാരിച്ചപ്പോൾ ഞാൻ പാർട്ടിയുടെ ആരുമല്ല എന്ന് പറഞ്ഞു. ഞാനത് അദ്ദേഹത്തോട് ചോദിച്ചു. അദ്ദേഹം ചിരിക്കുകയാണ് ചെയ്തത്. ഞാൻ ഇപ്പോഴും പറഞ്ഞു, ഞാൻ കേരള കോൺഗ്രസിലെ സംസ്ഥാന സമിതി അംഗമാണ്, കർഷക യൂണിയന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. നിന്റെ മൂത്ത ചേട്ടൻ SGG കാഞ്ഞിരപ്പള്ളി സെന്റ് തോമസ് കോളേജിൽ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ തൊട്ടടുത്ത പാറത്തോട് ഗ്രേസി മെമ്മോറിയൽ സ്കൂളിൽ KSCയുടെ യൂണിറ്റ് പ്രസിഡന്റായി ഞങ്ങൾ ഒരേ ക്യാമ്പിൽ ഒന്നിച്ച് ജില്ലാ ക്യാമ്പിൽ പങ്കെടുത്തിട്ടുള്ളവരാണ്. ഞാൻ അയാളെ കണ്ടിട്ട് 10-30 വർഷമായി. പക്ഷേ അയാൾ മാന്യനാണ് എന്ന കാര്യത്തിൽ എനിക്ക് തർക്കമൊന്നുമില്ല, നിന്നെ പോലെയല്ല. അതുപോലെ തന്നെ കഴിഞ്ഞ 40 വർഷക്കാലമായി 10 വയസ്സ് മുതൽ പിടിച്ച കൊടിയാണ് ഇന്നും എൻ്റെ കയ്യിലിരിക്കുന്നത് കേരള കോൺഗ്രസിൻ്റെത്. നീ പറയുന്ന പോലെ സുഡാപ്പിയുടെയോ മുസ്ലിം ലീഗിൻ്റെയോ PDPയുടെയോ ഒരു വർഗീയവാദിയുടെയും കൊടി പിടിച്ചു പോയിട്ടില്ല. കേരള കോൺഗ്രസ് നല്ല ചിന്താഗതിക്ക് അപ്പുറത്തേക്ക് ഞാൻ ചിന്തിച്ചിട്ടില്ല. അധികാരത്തിന് വേണ്ടിയിട്ടല്ല, ഞാൻ രാഷ്ട്രീയം ഉപജീവനമാക്കിയവനല്ല. നീ എന്തുകൊണ്ട് എനിക്കെതിരെ ചെയ്യുന്ന പോസ്റ്റുകൾ നീ പിൻവലിക്കേണ്ടി വരുന്നു? നിനക്ക് ഡബോട്ടിക്ക് ഉറപ്പില്ലാത്തതുകൊണ്ട് അല്ലേ? നെറികെട്ടവനെ, നിനക്കിപ്പോൾ ഒരു ബഹുമാനപ്പെട്ട കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടിയത് താൽക്കാലിക ആശ്വാസമായിരിക്കും. ഇത് നാളെയും ജനങ്ങളെ തെറി പറയാനുള്ള അവസരമാക്കും. ബഹുമാനപ്പെട്ട കോടതിയുടെ ഒരു അഭ്യർത്ഥനയുണ്ട്, ആ ഉത്തരവ് തിരിച്ചു വലിക്കണം. എന്നിട്ട് ബഹുമാനപ്പെട്ട കോടതി അവൻ്റെ അഭിഭാഷകന് നോട്ടീസ് കൊടുക്കണം. അവൻ്റെ ജാമ്യ വ്യവസ്ഥയിൽ ഇത്തരം വൃത്തികെട്ട പ്രവർത്തനവുമായി മുന്നോട്ട് പോയാൽ ആ ജാമ്യം ക്യാൻസൽ ചെയ്യും എന്നൊരു ഉപാധിയോടുകൂടി വേണമായിരുന്നു ജാമ്യം അനുവദിക്കാൻ. ഇതവന് വീണ്ടും ലൈസൻസ് നൽകിയിരിക്കുന്നു. ബഹുമാനപ്പെട്ട കോടതിക്ക് മുന്നിൽ ഇങ്ങനെയൊക്കെ പറയാനേ ഞങ്ങൾക്കൊക്കെ കഴിയും. കോടതിയിൽ വിശ്വാസമുണ്ട്, കോടതികളിൽ വിശ്വാസമുണ്ട്. ബഹുമാനപ്പെട്ട കോടതികളോട് ഒരു അനാദരവുമില്ല. പക്ഷേ ഇത്തരം കാര്യങ്ങൾ കണ്ണു നിറയ്ക്കുന്നതാണ്, വേദനിപ്പിക്കുന്നതാണ്. ഇത്തരമൊരു സാമൂഹ്യ വിരുദ്ധനെ കയറൂരി പുറത്തേക്ക് വിടുമ്പോൾ, ഞങ്ങളുടെയൊക്കെ കുടുംബത്തിലെ സ്ത്രീകളുടെ ബന്ധു സ്ത്രീകളുടെയൊക്കെ ഫോട്ടോ കിട്ടി അവൻ വൃത്തികെട്ട വാർത്തകൾ പ്രചരിപ്പിക്കുമ്പോൾ അവനെ അറസ്റ്റ് ചെയ്യാൻ ചിലപ്പോൾ ചിലർക്കൊക്കെ ഭയം കാണും. പക്ഷേ ഭയമില്ലാത്തൊരു ഉദ്യോഗസ്ഥൻ ഇന്നലെ അവനെ പിടികൂടിയപ്പോൾ അടുത്ത നിമിഷത്തിൽ അയാളുടെ പേര് വെച്ച് വാർത്ത ചെയ്യാൻ ഒരു കൂലിക്കാരിയെ ഇവനിറക്കി. അവൾ വിളിച്ചു പറഞ്ഞ ആ വൃത്തികേടുകൾക്കിടയിൽ ആ പോലീസ് ഓഫീസർ മാത്രമല്ല, ആ കേസിൽ വാദിയായി ഇരയായ സ്ത്രീയെ വീണ്ടും വലിച്ചിഴച്ചു. അത് ബഹുമാനപ്പെട്ട കോടതിയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൽ നടപടി ഉണ്ടാകണം എന്നൊരു അപേക്ഷയുണ്ട്. അതില്ല എങ്കിൽ ആ ഡൗൺലോഡ് ചെയ്ത് വെച്ച വീഡിയോ ഞാൻ അന്വേഷണ ഉദ്യോഗസ്ഥന് നൽകാൻ തയ്യാറാണ്. ഷാജ, എടാ നീ വിജയിച്ചിട്ടില്ല, നിനക്ക് വിജയിക്കാൻ പറ്റത്തില്ലടാ. കാരണം പോലീസിനെ കാണുമ്പോൾ ഉടുതുടി പോലുമില്ലാതെ വീടിന്റെ മുന്നിൽ കുറ്റിക്കാട്ടിൽ ഒളിച്ചിരിക്കുന്ന നിന്റെ അവസ്ഥ, നിന്റെ വീടിന് ചുറ്റും നീ ക്യാമറയുണ്ടല്ലോ, നീ എന്താണ് CCTV ദൃശ്യങ്ങൾ പുറത്തുവിടാത്തത്? നീ പോലീസിനെ കൊണ്ട് ഭയം ഓടിയത് കൊണ്ടാണ്. കുറ്റിക്കാട്ടിൽ ഒളിച്ചിരുന്നിടത്തുനിന്ന് നിന്നെ പോലീസ് പിടിച്ചെടുത്തു എന്നാണ്. നീ ആദ്യം പറഞ്ഞു മാതാപിതാക്കൾക്ക് ആഹാരം കഴിക്കാൻ നിന്നു, പിന്നെ പറഞ്ഞു മാതാപിതാക്കൾക്ക് മരുന്ന് അന്വേഷിച്ച് പോയപ്പോൾ പാതിരാത്രിയിലാണോ കാട്ടുമരുന്ന് പഠിക്കാൻ നീ വീടിന്റെ പുറകിലേക്ക് ഇറങ്ങുന്നത്? നെറികെട്ടവനെ, നിനക്കെതിരെ ജനരോഷം ഉയരുന്നുണ്ട്. ബഹുമാനപ്പെട്ട കോടതികൾ നൽകുന്ന ജാമ്യ ഉത്തരവുകൾ ഇനിയും ജനങ്ങളുടെ പുറത്ത് കുതിര കയറാനാണ് എന്ന് നീ ധരിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ സ്ഥാനം വിഡ്ഢികളുടെ സ്വർഗത്തിലല്ല നരകത്തിലായിരിക്കുമെന്ന് ഉറപ്പിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിച്ചുകൊണ്ട്, ഷാജ, നീ ജയിച്ചു എന്നുള്ള അഹങ്കാരം, നിന്റെ വെല്ലുവിളി അതവിടെ അവസാനിക്കാൻ സമയമായിരിക്കുന്നുവെന്ന് വളരെ വിനയത്തോടെ ഓർപ്പിച്ചുകൊണ്ട്, ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥയിൽ പൂർണ്ണമായി വിശ്വാസം അർപ്പിച്ചുകൊണ്ട്, നിനക്ക് ജയിലിലേക്ക് പോകാൻ മടിയാണെങ്കിൽ നിനക്ക് വേണ്ടി ജയിലിൽ പോകാൻ ഞാൻ തയ്യാറാണെന്ന് ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് ഇവിടെ വാങ്ങുന്നു. ബൈ.